നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ പൂജ കൃഷ്ണ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഈ ജാസ്മിൻ ഒരു മരുന്ന് കൊടുത്തിട്ട്, അതായത് ജാസ്മിൻ എടുത്ത മരുന്ന് മറ്റൊന്നുമല്ല, വഞ്ചന എന്ന് പറയുന്ന മരുന്നാണ്. വഞ്ചനയ്ക്ക് വേണ്ടിയുള്ള മരുന്ന്, അതായത് വഞ്ചന സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള മരുന്നാണ് എടുക്കുന്നത്. വിളിക്കുന്നത് ജാസ്മിനെയാണ്. ജാസ്മിനെ വിളിച്ചിട്ട് പറയുന്നത്, നീ ഗബ്രിയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന മരുന്ന്. ആ മരുന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ജാസ്മിന്റെ മുഖം കാണാം. ജാസ്മിന് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്തിനാണ് ആ മരുന്ന് ഈ പറഞ്ഞ നമ്മുടെ പൂജ കൊടുത്തത്? നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ നോമിനേഷനിൽ ഗബ്രിയുടെ പേര് എഴുതുന്നതിന് പകരം അഭിയുടെ പേരാണ് ഇവിടെ എഴുതി എന്ത് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. അത് പക്ഷെ മറ്റാർക്കും അറിയത്തില്ല. അത് എന്തിന് പോസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ എനിക്കതിൽ വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. അവൾ അത് പോസ്റ്റ് ചെയ്ത മറ്റൊന്നും കൊണ്ടല്ല, അവൾക്ക് തന്നെ അറിയാം എന്തായാലും ഗബ്രി തോക്കുമെന്നറിയാം. പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഞാനൊരു ഗെയിമറാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. വെറുതെ ഒരു ടെസ്റ്റ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ചെയ്തതാവാം. ഓക്കെ, ഇവിടെ പക്ഷെ പൂജ പറഞ്ഞത് ആ ഒരു സംഭവമല്ല. പൂജ പറഞ്ഞത്, അതായത് പൂജ ഗബ്രിയുമായിട്ടുള്ള കോൺവെർസേഷനിൽ നിന്ന് പൂജയ്ക്ക് മനസ്സിലായത് ജാസ്മിൻ എന്ത് ചെയ്തിട്ടില്ല, ഗബ്രിയോട് താൻ എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള സംഭവം ഗബ്രിയോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഗബ്രിയോട് അവളെ പറഞ്ഞോ ഇല്ല, അതിനെക്കുറിച്ചാണ് എന്റെ വീഡിയോ സത്യം പറഞ്ഞത്. ഇവള് പറഞ്ഞു, ഇവള് കള്ളം പറയുകയാണോ, ഇവൾ ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം അറിയാം, ഇവൾ എൻഗേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഈ പറഞ്ഞ പോലെ മോതിരം മാറ്റിയുള്ള ഒരു എൻഗേജ്മെന്റ് അല്ല കഴിഞ്ഞത്. ഈ മുസ്ലിംസിന്റെ ഇടയിൽ അങ്ങനെ ഈ പറഞ്ഞതുപോലെ പെണ്ണുകാണൽ ചടങ്ങിനിടയിൽ അതായത് പെണ്ണിന്റെ ഉമ്മ പയ്യന് മധുരം കൊടുത്താണ് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഉറപ്പിച്ച ഒരു പിന്നീട് ഒരു റിലേഷനാണ് ഈ അഫ്സലുമായിട്ട് ആർക്കുള്ളത്, നമ്മുടെ ജാസ്മിനുള്ളത്. ഇത് ഉറപ്പിക്കൽ ചടങ്ങ് കഴിഞ്ഞു എന്ന് ഈ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ വാപ്പ പറയുന്നുണ്ട്, ജാസ്മിന്റെ കുടുംബം പറയുന്നുണ്ട്. ഈ ഉറപ്പിക്കൽ കഴിഞ്ഞ ഈ അഫ്സൽ തന്നെ പറയുന്നുണ്ട്, എന്താണ്, നമ്മുടെ ഉറപ്പിക്കൽ കഴിഞ്ഞതാണ്, വന്നിട്ട് 2 മാസത്തിനകം വിവാഹമാണെന്ന് അഫ്സൽ തന്നെ പറയുന്നുണ്ട്. തുടക്കകാലങ്ങളിൽ ഈ പറയുന്ന ജാസ്മിനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആരെടുത്ത്, ഈ ഗബ്രിയുടെ അടുത്ത് ഇവളിത് പറഞ്ഞോ എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ക്വസ്റ്റ്യൻ. ഗബ്രിയുടെ അടുത്ത് ഇത് ഒളിച്ചു വെച്ചുകൊണ്ട് ഗബ്രിയെ തന്റെ വശ്യ സൗന്ദര്യത്തിൽ മയക്കിക്കൊണ്ട് ഗബ്രിയെ ഇതിലേക്ക് പെടുത്തുകയാണോ ജാസ്മിൻ എന്നുള്ളതാണ് നമ്മളിവിടെ ആരായാൻ പോകുന്നത്. നമുക്ക് മനസ്സിലാവും, തുടക്കം ഈ ഗബ്രിയുമായിട്ട് ഇവിടെ ഒരു അട്രാക്ഷനിൽ ഒരു റിലേഷനിലേക്ക് ആവുന്ന ആ ഒരു തുടക്കകാലങ്ങളിൽ ഇവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻഗേജ്ഡ് ആണ് എന്ന് പറയുകയും അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആരെന്ന് പറയുന്നുണ്ട്, അഫ്സൽ എന്ന് പറയുന്നു. ഓക്കെ, അതിനുശേഷം അവൻ എടുത്ത് ചോദിക്കുമ്പോൾ ആ പേരൊന്നും പറയണ്ട, പിന്നെ അതിനെ ഒരു വലിയ വില കൊടുക്കുക, അത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന ഈ പറയുന്ന ജാസ്മിനെ കാണുന്നുണ്ട്. ഈ ജാസ്മിൻ ഈ ഒരു സംഭവം പലവട്ടം ഈ പറയുന്ന ഗബ്രിയുടെ പറയുന്ന സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ജാസ്മിൻ ഒരിക്കലും ഉറപ്പിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വാക്ക് കൊടുത്ത ഒരു പയ്യനുണ്ട് എന്നുള്ളതല്ലാതെ ഉറപ്പിച്ച് ഈ ഗബ്രിയുടെ അടുത്ത് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒന്ന്, പക്ഷെ ഗബ്രി ഇല്ലാത്ത അവസരങ്ങളിൽ ഈ പറയുന്ന ജാസ്മിൻ ഇത് ഉറപ്പിച്ച് പറയുന്നുമുണ്ട്. ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഭയങ്കര അലർച്ചയോടുകൂടി ഞാൻ എൻഗേജ്ഡ് ആണ്, എന്നിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് എന്തിനിങ്ങനെ പറയുന്നു എന്ന് എല്ലാവരോടുമായി പറയുന്നുണ്ട്. ആര്? ഈ പറയുന്ന ജാസ്മിൻ. അതേ ജാസ്മിൻ തന്നെ ഗബ്രി അടുത്തിരിക്കുമ്പോൾ അതിനെ എന്താണ് മറ്റൊരു തലത്തിലേക്ക്, അതായത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് വന്ന് കണ്ടു നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഗബ്രിയോട് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് സിബിൻ വന്ന സമയത്ത്. അതായത് വൈൽഡ് കാർഡായിട്ട് കയറി വന്ന സിബിൻ ജാസ്മിനെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എൻഗേജ്ഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് സിബിനോട് അവളെ വളരെ കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട്. അതിനുശേഷം ആ കോൺവെർസേഷനിൽ തന്നെ ആര് വരുന്നുണ്ട്? ഈ പറയുന്ന ഗബ്രി വരുന്നുണ്ട്. ഗബ്രി ഇരിക്കുമ്പോൾ ഈ പറയുന്ന സിബിൻ ചോദിക്കുമ്പോൾ അവിടെ ഈ പിന്നെ സിബിൻ ഗബ്രിയോട് ചോദിക്കുന്നത് എവിടെ എൻഗേജ്ഡ് അല്ലേ? ഉടനെ ഗബ്രി പറയുന്ന ആൻസർ എൻഗേജ്ഡ് ഒന്നും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നാ ആര് പറയുന്നത്? ഗബ്രി പറയുന്നത്. അപ്പൊ തന്നെ ആ പറയുന്ന നമ്മുടെ ജാസ്മിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ഒരുമാതിരി ഒരു ചത്ത് നാറിയ ഒരു മുഖമുണ്ട്. എന്നിട്ട് അവൾ അതിന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെ എൻഗേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ മുതിരം മാറ്റൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് അവളവിടെ പറയുന്നത്. അതായത് അവിടെ ആരെ തെറ്റിദ്ധരിപ്പിക്കുന്നു? ഈ പറയുന്ന ഗബ്രിയെ അവിടെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ഗബ്രിയെ അവിടെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്നു.
എന്നിട്ട് അതായത് എൻഗേജ്മെന്റ് മുദ്രം മാറ്റിയല്ല, മുദ്രം മാറ്റി മാത്രമല്ല എൻഗേജ്മെന്റ് കഴിയുന്നത്, മുദ്രം മാറ്റി മാത്രമല്ല എന്ത് ഉറപ്പിക്കൽ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയെ തന്റെ വലയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അവിടെ ഗബ്രി ചിലപ്പോൾ ഗബ്രിക്ക് അറിയില്ലായിരിക്കും ഇത്രയും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഇവർ ഇത്രയും പ്രണയത്തിലായിരുന്നുവെന്നും അവിടെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞ് വന്ന് 2 മാസം വരെ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വിവാഹം എന്നുള്ള അത്രയും സീരിയസ് സെൻസിൽ ചിലപ്പോൾ ഗബ്രിക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ ഗബ്രിയോട് ഇവള് പറഞ്ഞില്ലായിരിക്കും. അത് തന്നെയായിരിക്കാം ഇവളുടെ ഒരു പ്രശ്നവും, എന്ത് പറയണം, എങ്ങനെ ഇവന്റെ അടുത്ത് ധരിപ്പിക്കണം എന്നുള്ളത് ഇവൾക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടും കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ജാസ്മിൻ തന്റെ വശ്യ സൗന്ദര്യത്തിൽ അവനെ മയക്കിക്കൊണ്ട് തന്റെ വരുതിയിലേക്ക് അവനെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് ചിന്തിച്ചാൽ തെറ്റൊന്നുമില്ല അതിനകത്ത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ പൂജ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ പൂജ അവിടെ പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ ഒരു വൻ അടിയിലേക്ക് അല്ലെങ്കിൽ വന്നൊരു വിസ്ഫോടനത്തിലേക്ക് പോകാം. ഇത് ഗബ്രി അറിയുന്ന നിമിഷങ്ങളിൽ ഒരു വിസ്ഫോടനത്തിലേക്ക് പോകാം. ഇനി നാളെ ഇന്നല്ലെങ്കിൽ ലാലേട്ടൻ എന്തായിരിക്കും ചോദിക്കുന്നത്? ഇവരുടെ റിലേഷനെ പറ്റി തന്നെ ആയിരിക്കും ലാലേട്ടന് ചോദിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻ എന്താണ്? നിങ്ങളുടെ കറണ്ട് റിലേഷൻ എന്താണ്? പിന്നെ ജാസ്മിൻ ഈ പറഞ്ഞതുപോലെ എന്താണ് നിനക്കൊരു റിലേഷൻ ഉള്ളത്? അതോ നിങ്ങൾ രണ്ടു ഫ്രണ്ട്സ് ആണോ? നിങ്ങൾ ലവേഴ്സ് ആണോ? എന്താണ് നിങ്ങളുടെ ക്ലാരിഫൈ ഇന്നിപ്പോൾ വരുത്തണം അല്ലേ? ഒരു ക്ലാരിഫിക്കേഷൻ തരണം. നിങ്ങളുടെ റിലേഷൻ എന്താണ്? അതായത് ഇന്നലെ ആര് പറഞ്ഞതുപോലെ, നമ്മുടെ സായി കൃഷ്ണ പറഞ്ഞ പോലെ ഒരു ഡിഫൈൻഡ് അല്ലാത്ത ഒരു റിലേഷനാണ്. ഡിഫൈൻഡ് അല്ലാതെന്ന് അവർക്ക് ഡിഫൈൻഡ് അല്ല, എനിക്ക് നല്ല ഡിഫൈൻഡ് ആണ്, ഇതെന്താണ് ആ റിലേഷൻ പോകുന്നതെന്ന്. ഡിഫൈൻഡ് അല്ല എന്ന് അവർ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഞാൻ ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് അല്ല, കാമുകനാണെന്ന് ചോദിച്ചാൽ കാമുകനല്ല, ഭർത്താവാണെന്ന് വെച്ചാൽ ഭർത്താവല്ല. അപ്പൊ ആ രീതിയിൽ പോകുന്ന ഈ റിലേഷന് ഒരു 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 എന്താണ് ഒരു പേര് കൊടുക്കണം അല്ലേ? കൃത്യമായിട്ടുള്ള ഒരു പേര്. നിങ്ങൾ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് എന്ന് പറയുക, ഫ്രണ്ടുകൾ കാണിക്കുന്ന ചേഷ്ടകൾ കാണിക്കുക. ലവർ ആണെങ്കിൽ ലവർ എന്ന് പറയുക, ലവറുകൾ കാണിക്കുന്ന ചേഷ്ടകൾ കാണിക്കുക. അപ്പൊ ഇത് രണ്ടുമല്ലാതെ ഫ്രണ്ട് എന്ന വ്യാജേന നിൽക്കുകയും ഫ്രണ്ട് എന്ന ലേബൽ എടുത്ത് അണിയുകയും ഈ പറയുന്ന പേക്കൂത്തുകൾ കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രേക്ഷകരായ ഞാൻ ഉൾപ്പെടെ വരുന്ന പ്രേക്ഷകർ പ്രതികരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയും നമ്മുടെ കൺഫഷൻ റൂമിലേക്ക് വിളിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്. ചിലപ്പോൾ അവിടെ ഈ ലെറ്ററിൽ എന്താണ് ഉള്ളത് എന്നുള്ളതും ചോദിക്കും. കാരണം ഈ ലെറ്ററിന്റെ കേസ് വളരെ ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ പടർത്തി വിടുന്നുണ്ട്. ഈ പറയുന്ന ഈ ജാസ്മിന് മാത്രം എന്തിന് ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു? ജാസ്മിന്റെ വാപ്പ വിളിക്കുന്നു, ഇതുവരെ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വിളിച്ചു ജാസ്മിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു, പുറത്തുനിന്ന് ആളുകൾ വന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുന്നു, ലെറ്റർ വഴി കാര്യങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുന്നു. ലെറ്റർ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് ഇതുവരെ കേട്ടും. ലെറ്റർ വഴി അവൾ ലെറ്റർ ഇങ്ങനെ എന്തായിക്കോട്ടെ ലെറ്ററിനെ അവൾ മടക്കി അതിനകത്ത് വെക്കുന്ന എന്തോ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് അവളിങ്ങനെ ഒളിച്ചു വെക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു അവകാശം ഈ ഒരു പ്രേക്ഷകരായ ഈ പറയുന്ന ബിഗ് ബോസ് പ്രേക്ഷകരെ നമുക്കുണ്ട്. അപ്പൊ അത് ദൂരീകരിക്കാനുള്ളത് ആ ഒരു സംശയം, അങ്ങനെ ഒരു ഡൗട്ട് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറയുന്ന ബിഗ് ബോസ് ഷോയ്ക്കുണ്ട്. അപ്പൊ എന്റെ അനുമാനത്തിൽ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഈ പറഞ്ഞ ഗബ്രിയോട് പൂർണ്ണമായി അല്ലെങ്കിൽ ഉറപ്പിച്ച് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കിവിടെ വിശ്വസിക്കാൻ പറ്റുന്നത്. ജാസ്മിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ജാസ്മിൻ ഇപ്പോഴും പറയുന്നതാണ് അത് ജസ്റ്റ് ഒരു മുദ്രം മാറ്റൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ജാസ്മിന്റെ വാപ്പയായിക്കോട്ടെ അഫ്സൽ ആയിക്കോട്ടെ പറഞ്ഞത് അവിടെ പെണ്ണുകാള ചടങ്ങിന്റെ അന്ന് മധുരം നൽകി ഉറപ്പിച്ചതാണ്. അത് ഈ പറയുന്ന എൻഗേജ്മെന്റ് മുദ്രം മാറി ഉറപ്പിക്കുന്നതിന് തുല്യമാണ് ആ ഒരു ഉറപ്പിക്കൽ. അപ്പൊ അമ്മാതിരി ഉറപ്പിച്ച ഒരു റിലേഷന് ശേഷമാണ് ഇവിടെ വന്ന് മറ്റൊരു റിലേഷനിലേക്ക് ഈ പറയുന്ന നമ്മുടെ ജാസ്മിൻ പോകുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. അവർക്കത് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്യാം, അവർക്ക് തോന്നിയതുപോലെ ചെയ്യാം. പക്ഷെ അത് ശരിയാണെന്ന് ചോദിച്ചാൽ അത് തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി? അവർക്ക് പിന്നെ വേറെ ഒരാൾക്ക് ഒരു റിലേഷനെ പാടുള്ളൂ എന്നൊന്നുമില്ല, ഏത് റിലേഷനെ. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണ്. അങ്ങനെ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാൻ പാടില്ല. ഈ നല്ലൊരു പവിത്രമായ ഒരു റിലേഷനായ ഫ്രണ്ട്ഷിപ്പിന്റെ മറയാക്കിക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണ്. അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിൽ നിന്നാലും വേറൊരുത്തനെ കാണുമ്പോൾ അവന്റെ ബാക്കിലേ പോകാം, അത് ശരിയാണ് എന്ന് സമൂഹത്തിനോട് പറയുന്നത് വളരെ വലിയ തെറ്റാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.